ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ കുമ്പിളപ്പത്തിന് ഇടനയപ്പം, പൂച്ചയപ്പം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇടനയില കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നല്ല പഴുത്ത ചക്ക കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് അരക്കണം നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ആവശ്യത്തിന് തേങ്ങ ചിരവിയത്, ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്, 1 കപ്പ് റവ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു വലിയ പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. റവ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റവയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഇടാം. ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചക്കയുടെ മധുരം അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മധുരം കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യാം. അതനുസരിച്ച് നമ്മൾ ശർക്കരയെ എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തവി വെച്ചാണ് യോജിപ്പിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് കുഴച്ച് എടുക്കണം. എടുക്കുന്ന പൊടിയിലൊക്കെ വ്യത്യാസം വരാം. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് ഇലയിലേക്ക് ഇട്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ഇടന ഇലയിലേക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇടനയില എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ മിശ്രിതം വെച്ച് കൊടുത്ത് ഇതുപോലെ അടച്ചെടുക്കാം. ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം. വാഴയിലയിലും ചെയ്തെടുക്കാം, പക്ഷേ ഇടനയിലയിൽ ചെയ്യുന്ന അത്രയും സ്വാദും മണവും വരില്ല. കുമ്പിളപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്